Hi and welcome to the new video. So ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് ഫ്രീക്വൻസി ബാൻഡ്സ് യൂസ് ഫോർ വേരിയസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഇപ്പോൾ ഫ്രീക്വൻസി ബാൻഡ്സ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബാൻഡ്സ് അവൈലബിൾ ആണ്. ഓരോ ഫ്രീക്വൻസി ബാൻഡിൻ്റെയും റേഞ്ച് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്തും എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതൊരു മെയിൻ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്താ പറയുക ഏകദേശം റേഞ്ച് ഓർത്ത് വെക്കുകയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഒരു ഇത് കാണിക്കുന്നു മാത്രം. ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഡിഫറെൻറ്റ് വേരിയേഷൻസ് നമുക്കിവിടെ കാണാം, വേവ് ലെങ്ത് കാണാം. ഇപ്പോൾ ഈ ഫ്രീക്വൻസി സിഗ്നൽ മേലെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ റേഞ്ചസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ റേഡിയോ വേവ് എന്ന് പറയുന്നത് യൂസ് ടു ബ്രോഡ്കാസ്റ്റ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. ദെൻ അതിൽ മൈക്രോവേവ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ കുക്കിംഗ്, റഡാർ, ടെലിഫോൺ ആൻഡ് അതർ സിഗ്നൽസ്. ദെൻ കം ടു ഇൻഫ്രാറെഡ്, ട്രാൻസ്മിറ്റ്സ് ഹീറ്റ് ഫ്രം സൺ, ഫയേഴ്സ്, റേഡിയോസ്. ദെൻ വിസിബിൾ ലൈറ്റ് വരുന്നുണ്ട്. അടുത്ത സ്പെക്ട്രത്തിൽ വേവ് ലെങ്ത് മാറുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് വരുന്നുണ്ട്, അബ്സോർബ് ബൈ സ്കിൻ. ഓക്കെ, ദെൻ എക്സ് റേസ് വരുന്നുണ്ട്, ഗാമ റേസ് വരുന്നുണ്ട്. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ഏരിയനെ പറ്റിയിട്ടാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് പറയേണ്ടത് വരുന്നത്. അതായത് എന്താ പറയുക, ഫ്രീക്വൻസീസ് ഫോർ റേഡിയോ ട്രാൻസ്മിഷൻ, റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്, വിച്ച് ഈസ് ദ ലോവസ്റ്റ് പോർഷൻ അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ കണ്ടതിലെ ഏറ്റവും ലോവസ്റ്റ് പോർഷനാണ് അത് വരുന്നത്. ലോവസ്റ്റ് പോർഷൻ ഇൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ഫെമിലിയർ ആസ് എ മീഡിയം ഓഫ് അനലോഗ് ആൻഡ് മോഡേൺ ഡിജിറ്റൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മീഡിയത്തിൻ്റെ റേഞ്ചാണ്. ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ഇൻ ദ റേഞ്ച് ബിറ്റ്വീൻ 3 kHz ആൻഡ് 300 GHz. 3 kHz 300 GHz ഇടയിലാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളതാണ്. അതിനെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. All known transmission systems work in the radio frequency spectrum range, including the analog radio, aircraft navigation, marine radio, amateur radio, TV broadcasting, mobile networks, and satellite system. Everything is included in this range. Each frequency band exhibits certain advantages and disadvantages. ഓരോന്നിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അപ്ലിക്കേഷനും വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത് മാത്രം, ഇതിലില്ലാത്തതുകൊണ്ട് അൾട്രാ ലോ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ അബ്രിവിയേഷനും ആ പേരും ഏകദേശം റേഞ്ചും വേവ് ലെങ്ത്തും കാണിച്ചിട്ടുണ്ട്. VLF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി, LF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയും HF എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ആയിരിക്കും വരിക. VLF എന്ന് പറയുമ്പോൾ വെരി ലോ ഫ്രീക്വൻസി, LF ലോ ഫ്രീക്വൻസി, MF എന്ന് പറഞ്ഞാൽ മീഡിയം ഫ്രീക്വൻസി, HF ഹൈ ഫ്രീക്വൻസി, സോ VHF എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഫ്രീക്വൻസി, UHF അൾട്രാ ഹൈ ഫ്രീക്വൻസി, സൂപ്പർ ഹൈ ഫ്രീക്വൻസി SHF വരുന്നുണ്ട്, എക്സ്ട്രീം ഹൈ ഫ്രീക്വൻസി EHF ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേഞ്ചുകൾ നമുക്ക് അവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോന്നും എന്താണ് അപ്ലിക്കേഷൻ എന്ന് ജസ്റ്റ് നമുക്ക് നോക്കി പോവാം. ഏറ്റവും ആദ്യം എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി വരുന്നുണ്ട്. ഫ്രീക്വൻസി സ്റ്റാർട്ടിങ് ഫ്രം 3 Hz ടു 3 kHz റേഞ്ചിനെയാണ് ELF ഓർ എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. And this range is highly vulnerable to disturbance and easily gets distorted by atmospheric change. പെട്ടെന്ന് ഡിസ്റ്റർബൻസ് എഫക്റ്റ് ചെയ്യുന്ന റേഞ്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ടു ഡിസൈൻ എ സിസ്റ്റം ഇൻ ദിസ് റേഞ്ച് because it is challenging because of the larger wavelength required for and the long antennas which are practically impossible. അപ്പോൾ ഈ റേഞ്ചിൽ നമുക്ക് ആൻറ്റിനാസിൻ്റെ സൈസ് ഭയങ്കര ഹൈ ആയിട്ട് വരും. അപ്പോൾ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളതുകൊണ്ട് അത്ര ബെറ്റർ ആയിട്ടുള്ള റേഞ്ചില്ല. പിന്നെ പോരാത്തതിന് ഡിസ്റ്റോർഷനും കൂടുതലായിരിക്കും. സയൻറ്റിസ്റ്റ് യൂസ് ദിസ് റേഞ്ച് band as seismic studies to understand natural activities in Earth's atmosphere. അപ്പോൾ അതിന് സയൻറ്റിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു റേഞ്ചാണ് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി റേഞ്ച്. Then comes the very low frequency or VLF range. Very low frequency range is the starting range of RF and practical radio transmission system which span from 3 kHz to 30 kHz. അപ്പോൾ ഇവിടുന്നാണ് നോർമലി റേഡിയോ ട്രാൻസ്മിഷൻ്റെ റേഞ്ച് വരുന്നതെന്നാണ് പറയുന്നത്. 3 kHz തൊട്ട് 30 kHz ആണ് വരുന്നത്. ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആൻറ്റിന സിസ്റ്റം ഈസ് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ഡ്യൂ ടു ദ വേവ് ലെങ്ത്. അഗൈൻ ആ വേവ് ലെങ്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. മറ്റേത് സയൻറ്റിസ്റ്റ് ഉപയോഗിച്ചു, അതിന് തൊട്ട് മേലത്തെ ലെവലാണ്. അഗൈൻ ഇവിടെയും ആ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇറ്റ് ഹാസ് ബീൻ used in submarines and still used in the time radio station which synchronizes clock signal between two remote locations. ഇപ്പോൾ സബ്മറൈൻസിലൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ യൂസേജ് വരുന്നത്. Then we will move to low frequency. ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 30 kHz തൊട്ടിട്ട് 300 kHz റേഞ്ചിൽ വരുന്നതാണ്. വൺ ഓഫ് ദ important properties of low frequency signal is that it will get reflected by Earth's ionosphere and thus it is suitable for long distance communication. എർത്തിൻ്റെ അയണോസ്ഫിയറിൽ തട്ടിത്തെറിച്ച് വരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന ഒരെണ്ണമാണ് ലോ ഫ്രീക്വൻസി റേഞ്ച്, 30 kHz തൊട്ടിട്ട് 300 kHz വരെ. സിൻസ്
Its long wavelength and less attenuation from big terrains like mountains, it is generally called ground waves. Ground waves എന്ന് വിളിക്കുന്നത് അപ്പോൾ ലോ ഫ്രീക്വൻസിനെയാണ് ഗ്രൗണ്ട് വേവ് എന്ന് വിളിക്കുന്നത്. 30 kHz തൊട്ടിട്ട് 300 kHz വരെയുള്ള റേഞ്ച്. ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ആർ യൂസ്ഡ് ബൈ amateur radio operators. It is one of the most important source of information transfer when other kind of communication sources fails during some situations like natural disaster ഒക്കെ വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും amateur radios വഴിയാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന റേഞ്ചാണ് ഈ ലോ ഫ്രീക്വൻസി റേഞ്ച്. ആൻഡ് അതർ ഏരിയാസ് മിലിറ്ററി അപ്ലിക്കേഷൻസ് ലൈക്ക് സബ്മറൈൻസ്, RFID ടാഗ്സ് in near field communication and some low frequency radio broadcasting ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. Then coming to medium frequency range, it is between 300 kHz and 3 MHz ലോട്ട് നമ്മളെത്തി. Medium frequency was one of the most popular frequency bands since the beginning of wireless radio transmission in the early 19th century. വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്തിരുന്ന range of frequency ആണ് medium frequency. And design of transmitters, receivers and antennas are relatively less complex than other high frequency transmission bands. And medium frequency has been widely used in AM radio transmission. അത് ഓർത്ത് വെച്ചുള്ള AM radio transmission അപ്പോൾ medium frequency range ആണ് 300 kHz തൊട്ടിട്ട് 3 MHz വരെ. Navigation systems for ships and aircraft, emergency distress signals, coast guards and other experimental applications also use this medium frequency range or band. Then comes to high frequency between 3 MHz and 30 MHz. 3 MHz ഉം 30 MHz നും ഇടയിലുള്ള ബ്രാഞ്ചാണ്. ഇതിനെ ഷോർട്ട് വേവ് എന്നും കൂടി വിളിക്കും ഈ ഒരു ഹൈ ഫ്രീക്വൻസിനെ. ഇറ്റ് ഓൾസോ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ബൈ എർത്ത്സ് അയണോസ്ഫിയർ. എർത്തിൻ്റെ അയണോസ്ഫിയർ തട്ടിത്തെറിക്കും. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി suitable band for long distance communication. And high frequency band is mostly used by aviation industry, near field communication, government systems, amateur radio operators and weather broadcasting stations. ആൻഡ് വെരി ഹൈ ഫ്രീക്വൻസി ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. പണ്ട് ടി വിയിലൊക്കെ ട്യൂൺ ചെയ്യുന്ന നേരത്ത് VHF ഉം UHF ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ VHF ആണ് ഈ കാണുന്നത്. വെരി ഹൈ ഫ്രീക്വൻസി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് commonly used bands which has an operating range from 30 MHz to 300 MHz. VHF frequency is widely used in analog TV broadcasting since it has started few decades back. And FM radio broadcasting at 82 MHz to 108 MHz. അപ്പോൾ FM റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങും അനലോഗ് TV ബ്രോഡ്കാസ്റ്റിങ്ങും ഒക്കെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത്. എയർ ട്രാഫിക് കൺട്രോളേഴ്സ് ആൻഡ് എയർലൈൻ പൈലറ്റ്സ് യൂസ് ഫ്രീക്വൻസി ബിറ്റ്വീൻ 118 MHz and 137 MHz to communicate. അപ്പോൾ അഗെയിൻ അതും ഇതിൽ വരും. Another use includes private and business radio station, medical equipment, amateur radio and military application. And it is usually affected by big terrains but suitable for short distance communication. അപ്പോൾ ഇതൊരു ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം FM എന്ന് പറയുന്നത് നിയർലി നമ്മുടെ അടുത്തൊക്കെ ആയിരിക്കും അതിൻ്റെ സ്റ്റേഷൻസ് ഉണ്ടായിരിക്കുക. കാരണം ഇത് എന്താ പറയുക ടെറൈൻസ് വെച്ച് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട്. ദെൻ കംസ് UHF, അൾട്രാ ഹൈ ഫ്രീക്വൻസി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്രീക്വൻസി ബാൻഡ് ഇൻ മോഡേൺ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 300 MHz to 3 GHz and extremely complicated to design and implement these systems, but it has many sub-frequency bands. Some are restricted and assigned only for particular application. അപ്പോൾ ഇതിൽ പല ബാൻഡായിട്ട് വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ GPS നാവിഗേഷൻ സിസ്റ്റംസ്, സാറ്റലൈറ്റ്സ്, പേജസ്, വൈഫൈ, ബ്ലൂടൂത്ത്, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മോസ്റ്റ് importantly GSM, CDM and LTE mobile transmission systems also use UHF. Then comes the super high frequency SHF 3 GHz to 30 GHz, and it can only operate in line of sight path, since any obstruction in between the transmitter and receiving station will break the communication. അപ്പോൾ ഭയങ്കര ലോങ് ഇത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് സിസ്റ്റംസ്, ഡിജിറ്റൽ TV ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ Q band, KU band, DTH service, then Wi-Fi, microwave ovens and mobile networks. Wave guides are suitable between transmitter and antenna due to higher loss of usual RF cables. Then systems design is extremely hard in SHF band due to its smaller wavelength and complexity. ഇത് നിയർ ബൈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് പാത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഇത് പോസിബിൾ ആയിട്ട് വരുന്നത്. Then is extremely high frequency 30 GHz to 300 GHz. Okay. അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോംപ്ലക്സ് നേച്ചർ ആൻഡ് ലൈൻ ഓഫ് സൈറ്റ് റിക്വയർമെൻറ്റ്. എഗെയിൻ ഇതിനും ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് ലൈൻ ഓഫ് സൈറ്റ് റിക്വയർമെൻറ്റ് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഇൻ റേഡിയോ ആസ്ട്രോണമി ആൻഡ് റിമോട്ട് സെൻസിങ്. ആൻഡ് ഇറ്റ് ഈസ്
suggested to use for high-speed internet systems like 5G technology for future transmission networks due to large bandwidth availability. Okay. അത്രയ്ക്കാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ബാൻഡ്സ് വരുന്നത്. പിന്നെ RF ബാൻഡ്സ്, റേഡിയോ ഫ്രീക്വൻസി ബാൻഡ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഈസ് broad spectrum and many of its characteristics has not been experimented yet, and it has lot of possibilities in medical applications like MRI, seismography and oceanic studies. Then RF transceivers are significant components in implementing missions such as Mars exploration mission. Then future digital communication systems may rely on these frequency bands since it can support higher bandwidth. അപ്പോൾ നമ്മളുടെ റേഞ്ചുകളും കാര്യങ്ങളും ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നുകൂടി. എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി, മീഡിയം ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ, അൾട്രാ ഹൈ, സൂപ്പർ ഹൈ, എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി. ഇതൊക്കെ നമ്മളിവിടെ എന്താണ് യൂസേജ് എന്നുള്ളതും കൂടി സൈഡിൽ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത് മാത്രം. ഇതൊക്കെ പറഞ്ഞു പോയത് തന്നെയാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നത്.